ഇന്ന് ഞങ്ങളുടെ യാത്ര കമ്പം തേനിയിലേക്കാണ്. അപ്പം തട്ടേക്കാട് വഴി നമുക്ക് തട്ടേക്കാട് ഇറങ്ങി ബോട്ടിങ്ങൊക്കെ ചെയ്ത് കമ്പം തേനി പോകാമെന്നാണ്. ഞങ്ങളുടെ മിക്ക യാത്രകളും പെട്ടെന്നുള്ളൊരു യാത്രകളാട്ടോ. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അങ്ങനെ പോകാറില്ല. റെയറാണ് അങ്ങനെ പോകുന്നതൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പോകാം. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒന്ന് യാത്ര പോയാലോ, ഒന്ന് പുറത്തേക്ക് പോയാലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ടൈം ലേറ്റായിരുന്നു. അപ്പോൾ തട്ടേക്കാടൊക്കെ നമ്മൾ ബോട്ടിങ്ങിലൊക്കെ പോകുന്ന സമയത്ത് നേരത്തെ ചെന്നില്ലെങ്കിൽ ഒരു 4 മണി ഒക്കെ കഴിയുമ്പോഴേക്കും 3:30 ആ ടൈമൊക്കെ ആകുമ്പോഴേക്കും ക്ലോസ് ആകും. നമുക്ക് ടിക്കറ്റ് കിട്ടത്തില്ല. പക്ഷെ നമുക്കതറിയില്ലായിരുന്നു. ഒരു 5 മണി വരെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു 3:15 ആ ടൈമൊക്കെ ആയി. അപ്പോൾ പിന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ അവിടെ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവർ നമുക്ക് ട്രക്കിങ്ങിന് കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകാം, ജീപ്പിൽ നമ്മൾ പോയില്ലേ, അപ്പോൾ അങ്ങനെ പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്ന് നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല. കാരണം നമുക്കത്രയും പോകാനുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഈ ഭയങ്കര കുലുക്കവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അന്ന് നോമ്പായിരുന്നു. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ച് ഈ കിടന്ന് കുലുങ്ങിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ച് നമ്മളത് ഒഴിവാക്കി. എന്നിട്ട് നമ്മൾ നേരെ കമ്പത്തേക്കാണ് വിട്ടത്. കമ്പം തേനി റോഡ് നേരെ കമ്പം ആദ്യം പോയി ദെൻ തിരിച്ചു വരികയാണ് ചെയ്തത്. ഒരു 1 ഡേ ട്രിപ്പായിട്ടൊക്കെ പോകാം. ഒരു നൈറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു നൈറ്റൊരു നമ്മൾ ഓരോ സ്ഥലത്തേക്കും ചിലവാക്കുന്ന ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ തിരിച്ചു വരുന്ന സമയം. 1 ഡേ ട്രിപ്പായിട്ട് പോകാൻ പറ്റുന്നൊരു യാത്രയാണിത്. ഇവിടുന്ന് പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മലകളും അതുപോലെ പച്ചപ്പ് നിറഞ്ഞ ഈ വഴികളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു കുളിർമയാണ്. നമ്മൾ ടെൻസ്ഡായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എപ്പോഴും ഇരുന്ന് നമ്മൾ ഇരിക്കുന്നവരൊന്ന് പുറത്തേക്ക് റിലാക്സ് ചെയ്ത് പോകാനായിട്ട് ഏറ്റവും നല്ലത് നമുക്ക് ഇതുപോലുള്ളൊരു യാത്രകൾ. അതുപോലെ അതായത് ഒരുപാട് എക്സ്പെൻസ് വെച്ചിട്ടല്ല. ഇപ്പം ഞങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസ് കൊടുത്തിട്ടല്ല നമ്മൾ പോകുന്നത്. മിക്കവാറും നമ്മൾ യാത്രകളിൽ നമ്മൾ തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത ഫുഡായിട്ട് പോകും. പെട്രോൾ അടിക്കുന്നുള്ളൊരു എമൗണ്ട് മാത്രം. അത് നമ്മൾ പോയി തിരിച്ചിങ്ങോട്ട് വരാം. ഒന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് വരാം. പിന്നെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ കയറി, ഇപ്പോൾ ഇതുപോലെ ജീപ്പ് സഫാരി കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതുപോലെയൊക്കെ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ നമ്മൾ വീണ്ടും എക്സ്പെൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്രയും കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരുപാട് എടുത്ത് പോകാറില്ല. കാരണം എന്താണ്, നമുക്ക് തൽക്കാലം ഒന്ന് പുറത്തേക്ക് പോയി റിലാക്സ് ചെയ്യുക, സ്ഥലങ്ങൾ കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാറുള്ളത്. പിന്നെ നമ്മളുടെ കയ്യിലെ എമൗണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ജീപ്പും അതുപോലെ പാർക്കുകളൊക്കെ നമ്മൾ ഇത് എമൗണ്ട് അടച്ച് കയറുന്നതുണ്ടല്ലോ. ലോ എമൗണ്ട് കുഴപ്പമില്ല, ഹൈ എമൗണ്ട് ആകുമ്പോഴാണുള്ള പ്രശ്നമുള്ളൂ. മറ്റേത് ജീപ്പൊക്കെ ചെയ്യുമ്പോൾ 2500 അവിടുത്തെ എമൗണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഒരു ചേട്ടൻ വന്ന് സംസാരിച്ച് 1700 നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. ഇൻക്ലൂഡിങ് എലിഫൻറ്റ് സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളന്ന് നമ്മുടെ നോമ്പൊക്കെ പിടിച്ചിട്ട് പോയ കാരണം നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മളത് ആ ഒരു യാത്ര അങ്ങോട്ട് പിന്നീട് ഒരിക്കൽ അതിന് വേണ്ടി വരാമെന്നുള്ള രീതിയിലേക്ക് നമ്മളത് മാറ്റി. അങ്ങനെ മനോഹരമായിട്ടുള്ള ഈ പച്ചപ്പ് നിറഞ്ഞ മലകളും സൈലൻ്റായിട്ട് കിടക്കുന്ന പല വഴികളും ഉണ്ട്. ഒരുപാട് തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് നല്ല എന്താണ്, ആ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് വരുന്നത്. അതുപോലെ തന്നെ ടെൻഷൻ റിലീസ്ഡാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടെൻസ്ഡായിട്ട് നിൽക്കുന്നവർ ഒന്ന് പുറത്തേക്ക് ജസ്റ്റ് യാത്ര ചെയ്ത് തന്നെ നമ്മുടെ ആ ഒരു സ്ട്രെസ്സ് മാറ്റണം. സ്ട്രെസ്സ് വരുന്നതനുസരിച്ച് നമ്മുടെ മൈൻഡാണെങ്കിലും നമ്മുടെ ബോഡി ആണെങ്കിലും മനസ്സൊക്കെ റിലാക്സ് ആവാനൊക്കെ നമുക്ക് ഏറ്റവും ബെറ്ററാണ് ഈ യാത്ര എന്ന് പറയുന്നത്. നമ്മളൊന്ന് ജസ്റ്റ് എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കാണ്ട്, അല്ലെങ്കിൽ ജോലിക്ക് പോയി തിരിച്ച് വീട്ടിൽ വരാം, ഇത് തന്നെ ചെയ്യാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് റിലാക്സ് ആക്കാം. അതാണ് നമുക്ക് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത്. നമ്മുടെ മൈൻഡും ബോഡിയും
എല്ലാം റിലാക്സ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ബിസി ചെയ്തുകൊണ്ട് ഇങ്ങനെ ഫങ്ഷൻസ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഈ കാറ് യാത്ര പോകുന്ന പോലെ അതിൽ എൻജിൻസൊക്കെ വർക്ക് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ തലയും മനസ്സും ശരീരവും എല്ലാം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമുക്കൊന്ന് റെസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ റെസ്റ്റ് കിട്ടുക, അത് നമ്മളെപ്പോഴും ടയേർഡായിട്ടാണ് നമ്മുടെ ശരീരത്തിനെ അല്ലെങ്കിൽ മൈൻഡിനെയോ നമ്മളപ്പോഴും കൂളാക്കി വെക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാ വർക്കിൽ നിന്നും കുറച്ച് മാറി നിൽക്കാൻ ഏറ്റവും നല്ലത് നമുക്ക് യാത്ര തന്നെയാണ്. അതിപ്പോൾ കുറേ എക്സ്പെൻസുള്ള സ്ഥലത്തേക്ക് പോകാനല്ല, കുറച്ച് ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി ചെറിയ രീതിയിൽ വീടിൻ്റെ അടുത്ത് പുഴകളോ അല്ലെങ്കിൽ പാർക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് നമ്മൾ അവിടെയെങ്കിലും ഒന്ന് പോയി നിന്ന് നമ്മളൊന്ന് റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ കുറേ എക്സ്പെൻസ് കൊടുത്ത് പോകാമെന്നല്ല കേട്ടോ. നമ്മളത് തട്ടേക്കാട് പോയപ്പോൾ അവിടെ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ നമ്മളങ്ങോട്ട് പോയില്ല. പിന്നെ നേരെ നമ്മൾ കമ്പന്തേനി റൂട്ട് പോവാം കേട്ടോ. നല്ല രസമാണ് അങ്ങോട്ട് പോകുന്ന റൂട്ടൊക്കെ. അപ്പോൾ കമ്പത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കമ്പം ഗ്രേപ്സ് കാണാൻ വേണ്ടിയിട്ടാണ്, തോട്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതിന് ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്. അതായത് എൻ്റെ ചെറുപ്പത്തിലെല്ലാം പൊന്നുൻ്റെ എൻ്റെ രണ്ടാമത്തെ കുട്ടി പൊന്നു ചെറുതായ സമയത്താണ് പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ പോകാം, അവിടെ നിന്ന് കാണാം എന്നുള്ള രീതിയിൽ കുറേ നാളായി പോയിട്ട്. അപ്പോൾ ഇപ്പോൾ അവൾക്കൊരു 10 വയസ്സ് ഒക്കെ ആയി. അപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് പോയി കാണാൻ കുറേ നാളായില്ലേ എന്ന് വിചാരിച്ച് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ കമ്പന്തേനി റൂട്ടുണ്ടല്ലോ, നല്ല അടിപൊളി റൂട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി തമിഴ്നാട് റൂട്ടൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വണ്ടികളോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര തിരക്കോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് നല്ല ഭയങ്കര കാമായിട്ടുള്ള പ്ലേസാണ്. വണ്ടികളുണ്ടെങ്കിലും അത്രയും ഭയങ്കര തിക്കിട്ട് നിറഞ്ഞുള്ള വണ്ടിയല്ല. 2 സൈഡും പാടങ്ങളായിട്ടും മലകളായിട്ടും പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ്. കണ്ടില്ലേ, നമ്മൾ പോകുമ്പോൾ ഈ ആകാശവും ഈ പച്ച കളറൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്ന എന്താണ് നല്ലൊരു രസമാണ് കാണാനായിട്ട്. കണ്ടോ, മലകളൊക്കെ കാണാം. ഒത്തിരി കൃഷികളാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ കണ്ടോ, നല്ല രസമാണ് നമുക്ക് ഇതൊക്കെ കണ്ടു പോകാനൊക്കെ ആയിട്ട്. നല്ലൊരു മനസ്സിന് കൂളിംഗാണ് നമുക്ക് തരുന്നത്. അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ഒരു വീഡിയോ നമ്മുടെ യാത്രകൾ, ഈ ഒരു വീഡിയോ മാത്രമല്ല, നമ്മൾ കൂടുതലും യാത്രകളാണ് ഇതിലിടുന്നത്. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ ചെയ്യണം കേട്ടോ, മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ പൊന്നുവിന് നോമ്പുണ്ടായില്ലായിരുന്നു. പൊന്നു അപ്പോൾ കരിക്ക് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ നിർത്തിയേക്കാണ്. അപ്പോൾ പൊന്നിറങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി. അതേപോലെ തന്നെ അച്ഛനും നോമ്പില്ല, കണ്ടോ കള്ളി അവിടെ നിന്ന് കരിക്ക് കുടിക്കുക. അപ്പോൾ നമ്മളതും കഴിഞ്ഞ് നമ്മൾ പോവാണ്. നല്ലൊരു കാം പ്ലേസ്. അപ്പോൾ നമ്മളവിടെ കണ്ടപ്പോൾ കുറേ നേരം അവിടെ വണ്ടിയിലിരിക്കുകയല്ലേ, അങ്ങനെ അവിടെ ഇറങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. നല്ല അടിപൊളി യാത്രയായിരുന്നു. അതിനിടയ്ക്ക് നമ്മളൊരു മാങ്ങ കച്ചവടം ചെയ്യുന്ന ഒരാളെ കണ്ടു കേട്ടോ. അടിപൊളി നല്ല മധുരമുള്ള മാങ്ങയാണ്. അത് ഞാൻ കഴിച്ചില്ല, പൊന്നു കഴിച്ചപ്പോൾ പറഞ്ഞു നല്ല മധുരം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നോമ്പ് തുറന്നിട്ടാണ് പിന്നെ കഴിച്ചേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ വിചാരിക്കുന്നത് നോമ്പിൻ്റെ സമയത്താണോ എന്ന്. നമ്മളിത് പോയത് വലിയ പെരുന്നാളിൻ്റെ തലേന്നത്തെ ദിവസമാണ് കേട്ടോ പോയേക്കുന്നത്. അപ്പോൾ അപ്പം അങ്ങനെ നല്ല നല്ല പ്ലേസുകളും കണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യാണ്. ആ മേഘമൊക്കെ നിൽക്കുന്നുണ്ടോ അല്ലേ, ഇത് രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാലാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നല്ല രസമാണ് ഈ റൂട്ടൊക്കെ പോകുന്നത്. കാരണം നല്ല കാമൻ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് തമിഴ്നാട്. ഇങ്ങനെ പോകുന്ന റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ പറയും, തമിഴ്നാട് നമുക്ക് വീട് മേടിച്ച് കിടക്കാം അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ടിട്ടാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് വിട്ടത്. പിന്നെ നമുക്ക് നമ്മുടെ സ്ഥലം എത്തി. കണ്ടോ, നമ്മൾ പോയത് ഇതിൻ്റെ 2 സൈഡിലും ഉണ്ട് കേട്ടോ ഫാം. നമുക്ക് ഏതെങ്കിലും ഒരു ഫാമിൽ കയറാം. കാരണം നമുക്കത് കണ്ടാൽ മതിയല്ലോ, എവിടെ ആയാലും മുന്തിരി കണ്ടാൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കണ്ട നമ്മൾ ഈ ഒരു MSR എന്ന് പറയുന്ന ഈ ഒരു മുന്തിരിത്തോട്ടത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ എടുത്തത് എന്തായാലും നന്നായിട്ടോ. കയറിയപ്പോൾ തന്നെ നമ്മൾക്ക് പെറ്റിനെയൊക്കെ കാണാം എന്നുള്ള, നമുക്ക് കയ്യിലൊക്കെ എടുക്കാം, ഫുഡ് കൊടുക്കുക അതിന്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ അതിൽ പോകാമെന്ന് വിചാരിച്ചു. കണ്ടോ,
ഇത് കണ്ടോ, അഡൽട്ട്സിന് 50, പിന്നെ കിഡ്സിനൊക്കെ 25 ഒക്കെയാണ്. അത് 5 വയസ്സിന് മേലുള്ളവർക്ക് ആണ് പൈസ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിൽ ഒരു ചെറിയൊരു സ്പേസാണ്, അതിൻ്റെ മേളിലേക്ക് കയറി നമുക്കിത് ഇവിടെ എന്താണ് ഇതുപോലെയുള്ള ബേഡ്സിനൊക്കെ നമുക്ക് കയ്യിൽ വെക്കാം. നമുക്ക് കയറുമ്പോൾ ഒരു അതിൻ്റെ ഫുഡ് നമുക്ക് ഇട്ട് വരും, എന്തോ സീഡ്സാണത്. അപ്പോൾ അത് നമുക്ക് ഇട്ട് വരും കയ്യിൽ. നമ്മളത് ഇങ്ങനെ ഇതുപോലെ വെച്ച് ഫുഡൊക്കെ നമ്മുടെ കയ്യിൽ വന്നിട്ട് കൊത്തി അത് കഴിക്കും കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഭയങ്കര റേറ്റ് കുറവുമാണ്, നമുക്കത് ഒത്തിരി റേറ്റൊന്നുമില്ല കയറാനായിട്ടൊക്കെ. കണ്ടോ, നമുക്കത് ഇതുപോലെ എല്ലാത്തിൻ്റെ മേത്തൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ തലയിലൊക്കെ വന്നിരുന്നത് ഇതേ കണ്ടോ, നമുക്ക് ഫുഡ് തരുന്നത് നമുക്കത് ഇതുപോലെ കയ്യിൽ വെച്ച് കൊടുക്കുക. അവർ വന്നിങ്ങനെ ഇരുന്നോളും. നമ്മുടെ മേത്ത് വന്നൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നമ്മുടെ കയ്യിലൊക്കെ ഇത് കണ്ടോ, പൊന്നുൻ്റെ തലയിലൊക്കെ കയറിയിരിക്കുകയാണ്. കാക്കയുടെ കയ്യിലാണെങ്കിൽ രണ്ട് ബേർഡ് വന്നിരുന്നിട്ട് അതിൻ്റെ ഫുഡ് കഴിക്കുകയാണ്. ഓ, എൻ്റെ മേത്ത് വന്നിരുന്നു. അയ്യോ, അതായത് ഇവിടെ നല്ല രസമായിരുന്നു അത്. ആ ഒരു മൊമെൻ്റൊക്കെ നല്ല രസമായിരുന്നു. നമുക്ക് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ടോ. കാരണം ഞങ്ങൾ കഴിഞ്ഞ് വന്നവരൊക്കെ പോയിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഫുഡും കൊടുത്തോടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. നല്ല രസമുണ്ട്. അതായത് കണ്ടോ, വലിയ ബേർഡിന് ഇതെന്തോ അതിൻ്റെ പേരെന്നൊന്നും അറിയത്തില്ല. അതൊക്കെ പഞ്ചവർണ്ണത്തത്തയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ പേര്. എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്തൊക്കെ വെക്കാം. പിന്നെ അത് കൂടാതെ അവിടെ ഓന്തോ അങ്ങനെ എന്തൊക്കെയുണ്ട്. പിന്നെ പാമ്പുണ്ട്, മലമ്പാമ്പ് അങ്ങനെയൊക്കെയുള്ള. അതിനൊക്കെ നമുക്ക് അതിൻ്റെയൊക്കെ കുഞ്ഞുണ്ട്, അതിനൊക്കെ നമുക്ക് കയ്യിൽ എടുക്കാം. ഒരെണ്ണം നമുക്ക് ഫ്രീ ആണ്. വേറെ എന്തോ ഇതിൽപ്പെട്ടതുണ്ട്, അത് നമുക്ക് 30 രൂപ കൊടുക്കണം. അങ്ങനെ 30, 40 അങ്ങനെയൊക്കെ റേറ്റിൽ നമ്മൾ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒത്തിരി എമൗണ്ടൊക്കെ കൊടുത്ത് പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടിട്ട് നമ്മൾ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കയ്യിലെടുത്ത് പിടിക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇതേ ആമി അതിന് ഫുഡ് കൊടുക്കുകയാണ്. ഇതേ പൊന്നുൻ്റെ തോളത്ത് കയറി ഇരിക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഇത് കണ്ടോ, ആമിയുടെ തോളത്ത് ഷോൾഡറിലൊക്കെ ഇരിക്കുകയാണത്. അപ്പം അവിടുത്തെ നിൽക്കുന്ന ബോയ് കൊണ്ടുവന്നിട്ട് നമുക്ക് തരും കേട്ടോ. നമ്മുടെ മേത്തൊക്കെ ഇങ്ങനെ വെച്ച് തരും, തലയിലും ഷോൾഡറിലൊക്കെ വെച്ച് തരും. ഇത് കണ്ടോ, കുറേ നേരം നമ്മളിതന്നെ കണ്ടോ, ഇവിടെ ഒരു ഓന്തോ എന്തൊക്കെയോ പിടിച്ചു നിൽക്കുന്നത്. പാമ്പ്. അയ്യോ, ഇത് നല്ല രസമായിരുന്നു. പൊന്നിന് പേടിയായിരുന്നു. പിന്നെ നിർബന്ധിച്ച് ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. എന്ത് അഡ്വഞ്ചറൈസുള്ള കാര്യങ്ങളൊക്കെ പൊന്നുകൊണ്ട് ചെയ്യുന്നത്. എന്നിട്ട് പൊന്നു അതിങ്ങനെ എടുക്കാൻ നേരത്തെ ആദ്യം പേടിയായിരുന്നു. പിന്നെ ആൾ നല്ല ധൈര്യത്തിൽ പോയി എന്നോട് ഉമ്മി പിടിക്കും എന്നൊക്കെ പറയാണ്. എനിക്കിതിനൊക്കെ പേടിയാണ്. പക്ഷേ പൊന്നിന് ഭയങ്കര ധൈര്യമാണ്. ഇതൊക്കെ ഇത് കണ്ടോ, ഇതിന് നമ്മൾ പൈസ കൊടുക്കണം. നേരത്തെ കാണിച്ചൊരു സ്നേക്കിന് അത് നമ്മൾ 30 എത്രയോ എമൗണ്ട് കൊടുക്കണം. നമ്മുടെ കഴുത്തിലേക്ക് കിട്ടിയത്. മറ്റേത് ഇപ്പോൾ പൊന്നു കൈ പിടിച്ചത് ഫ്രീ ആണ് കേട്ടോ. നമുക്ക് കയറി കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് നമ്മുടെ കയ്യിലൊക്കെ തരും. വേറെ എടുക്കുന്നതിനൊക്കെ എമൗണ്ട് കൊടുക്കണം. ഇതേ കണ്ടോ. അപ്പം ഒത്തിരി പേരൊക്കെ വന്നിട്ട് അതൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അത് അച്ഛൻ്റെ തലയിൽ കയറി. അച്ഛന് പേടിയാവുന്നുണ്ട്. അച്ഛൻ മാറ്റുന്നൊക്കെ പറയുന്നുണ്ട്. അത് അച്ഛൻ്റെ കയ്യിൽ ഫുഡ് തലയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ സീഡൊക്കെ കുത്തിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അച്ഛൻ പേടിച്ചിരിക്കുകയാണ്. പക്ഷെ അത്രയും വലിയ പ്രശ്നം ഉണ്ടായില്ല കേട്ടോ അച്ഛന്. പൊന്നു പിന്നെ ഇതൊക്കെ നിസാര കാര്യമായിട്ട് എടുക്കും. അങ്ങനെ അവിടുത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് മുന്തിരി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് മുന്തിരിത്തോട്ടം ഉണ്ട്. അതിൻ്റെ മേളിൽ നിന്ന് കാണുന്നതെല്ലാം മുന്തിരിത്തോട്ടമാണ്. അപ്പോൾ നമുക്ക് ആ ഫാമിലേക്ക് പോവാണ്. അവിടെ നിന്ന് കുറച്ചാണ്ട് നടന്നാൽ മതി. ഇത് കണ്ടോ, ഇവിടെ നിന്ന് മുന്തിരി ഒന്നും പറക്കിയതെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫൈൻ 500 രൂപ കൊടുക്കണം. അവിടെ ഒരു ലേഡി നിൽക്കുന്നുണ്ട് ഇതൊക്കെ നോക്കാനായിട്ട്. അവരിങ്ങനെ ഒച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും അതുമ്പോൾ പിടിച്ചതാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഒച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരത് ഭയങ്കരമായിട്ട് നോക്കിക്കാണ്. അപ്പോൾ ഇതൊക്കെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് എടുക്കണേ കേട്ടോ. നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഇതിൻ്റെ വെച്ചിട്ട്. അപ്പം അങ്ങനെ ഇത് ആമി കഴിക്കുമെന്നൊക്കെ ചോദിക്കാറ് ഫോട്ടോ എടുത്ത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടെ നമുക്ക് വൈൻ വാങ്ങാൻ കിട്ടും. അതുപോലെ ജ്യൂസ് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ ഫ്രഷ് ജ്യൂസൊക്കെ. ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് കേട്ടോ.
നമ്മൾ അച്ചു അതുപോലെ നിൽക്കുകയാണ്. അച്ചു ഇങ്ങനെ വായിൽ വെക്കുന്ന പോലെയൊക്കെ എടുക്കുന്നുണ്ട്. അത് നല്ല രസമാണ്. അതായത് വൈനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം കേട്ടോ. എത്രയോ എമൗണ്ടൊന്നും അറിയത്തില്ല, ഒരു ലിറ്റർ നമുക്ക് കുപ്പിയിലൊക്കെ വാങ്ങി കൊണ്ടുപോകാനായിട്ടൊക്കെ പറ്റും. അതല്ലാതെ നമുക്ക് വാങ്ങി കൊണ്ടുപോകുന്നതുകൊണ്ട്, അല്ലാതെ ബോട്ടിലായിട്ട് അവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ട്. കുപ്പിയൊക്കെ കൊണ്ടുപോയി നമുക്ക് അവിടെ നിന്ന് കുപ്പിയിൽ അയച്ച് തരുകയൊക്കെ ചെയ്യും. ഓക്കെ, ദേ ഇങ്ങനെ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്, അല്ലാണ്ട് അത് പറിച്ച് തിന്നണില്ല കേട്ടോ. അപ്പം ഇനിയിപ്പോൾ എൻ്റെ ഫോട്ടോ തന്നെ. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അതിനുശേഷം നമ്മൾ മുന്തിരി, ഇത് പച്ച മുന്തിരി ആട്ടോ, പച്ച പഴുത്തിട്ടുള്ളത് പച്ച. ഒരു സൈഡിൽ പച്ച എടുക്കുന്നു, ഒരു സൈഡിൽ പഴുത്തത്. അപ്പോൾ അത് ഒന്നാകുമ്പോഴേക്കും അവർ മറ്റേത് വെള്ളമെടുക്കും, അതായത് പൊട്ടിച്ച് ഒക്കെ എടുക്കും. നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മളൊരു വൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ബോട്ടിൽ. പിന്നെ അതുപോലെ മുന്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു, 2 ബോട്ടിൽ ജ്യൂസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. 1 കിലോ 60 രൂപയാണ് മുന്തിരി. നമുക്ക് 3 കിലോ ആയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് കിട്ടുള്ളൂ, 1 കിലോ ആയിട്ട് കിട്ടില്ല. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നോമ്പിൻ്റെ സന്ധ്യയായി കഴിയുമ്പോഴേക്കും നമുക്കൊരു ഇടങ്ങേറുണ്ടാവില്ല. ആ ഒരു ഇടങ്ങേറൊക്കെ, ആമയൊക്കെ ഭയങ്കര ടയേർഡായിരുന്നു. ആമി അവരെന്തോ ഇടങ്ങേറെടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആൾ ഓക്കെ ആയി. അതിനുശേഷം നമുക്ക് ഇങ്ങനെ വന്ന വഴിക്ക് ഇവിടെ ഇങ്ങനെ കുറേ എല്ലാം, ഇത് വെറുതെ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് കരുതാണ്ട് ഇവിടെ ഒന്നും നമ്മൾ വാങ്ങിയില്ല. ഫുള്ള് ഒത്തിരി ഉപ്പിലിട്ട ഐറ്റംസാണ് കേട്ടോ ഇതിലിരിക്കുന്നത്. ചെറിയ ബോട്ടിലിനൊക്കെ 100 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ ടൈമായി. അപ്പോൾ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. വീഡിയോ എടുക്കാൻ മറന്നുപോയി. ബാംബു ബിരിയാണിയാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തി ആയിരുന്നു, ബാക്കി എല്ലാവരും ബിരിയാണിയാണ് യൂസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്